ഷുട്ടൻ ഈ ഒരു സോക്സും കടിച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എന്ത് കിട്ടിയാലും ആദ്യം അവളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. തിന്നാൻ പറ്റിയതാണെങ്കിൽ അവൾക്ക് തിന്നാലോ. വെറുതെ കടിച്ച് പറിച്ച് നടന്നതൊരു ശീലമാക്കണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് ഞാൻ ഷുട്ടനൊരു കുഞ്ഞു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പഴയ ഈ ഒരു സോക്സ് കൊണ്ട് ഒരു പാവക്കുട്ടി ഉണ്ടാക്കി നൽകിയാൽ അവൾക്ക് അടിപൊളിയായിരിക്കും. അവൾക്ക് വളരെ സന്തോഷമാവും. അപ്പോൾ പരിപാടി തുടങ്ങിയാണ്. ഞാൻ ആദ്യം ഈ ഒരു സോക്സ് നന്നായി കഴുകി ഉണക്കിയിട്ടുണ്ട്. കാരണം ഇവൾ എപ്പോഴും ഇത് കടിച്ച് പറിച്ച് നടന്നിട്ട് ഇതിൻ്റെ രോമങ്ങൾ, ഇതിൻ്റെ ഈ ക്ലോത്തിൻ്റെ മേലുള്ള രോമങ്ങൾ എല്ലാം ഇവളുടെ വായിലാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. ഒരു കാർഡ്ബോർഡ് പെട്ടീൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചതുകൊണ്ട് സകലമാന പൊടികൾ, ആ പെട്ടിയുടെ അടിയിൽ സകല പൊടികൾ ഈ ഒരു സോക്സിൻ്റെ മേലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ബൊമ്മക്കുട്ടി ഉണ്ടാക്കിയാൽ ഇവളെന്ത് ചെയ്യും, ആദ്യം തന്നെ കടിച്ച് നോക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് കൊടുക്കണമല്ലോ. ഞാൻ നന്നായി കഴുകിയിട്ട് നന്നായി ഉണക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബനിയൻ ക്ലോത്ത് പോലുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ കഴുകി ഉണക്കലും ബൊമ്മ ഉണ്ടാക്കലും ഒക്കെ കഴിയും. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല വെള്ള തുണികൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെഡ് കളർ ആയതുകൊണ്ട് വേറെ ഏത്, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് ഈ ഒരു ക്ലോത്ത്, അതുകൊണ്ട് വേറെ ഏത് കളർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ വെളിയിൽ കൂടെ കാണാൻ തുടങ്ങും. ഇതിനൊരു ഗ്ലേസിങ് കിട്ടില്ല, റെഡിഷ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനുള്ളിൽ വൈറ്റ് കളറ് ക്ലോത്തുകൾ നന്നായി കഴുകിയിട്ടുള്ളൊരു ഉണങ്ങിയ ക്ലോത്ത് ഞാൻ കഷ്ണം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഷേപ്പിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നാടകൾ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സിൻ്റെയൊക്കെ മേലെയുള്ള നല്ല സിൽക്കി പോലെയുള്ള നല്ല കയറുകൾ, ആ കയറെടുത്തിട്ട് ഞാൻ രണ്ട് സൈഡും, ഒരു സൈഡിൽ ഞാൻ തല പോലെ ഒന്ന് നന്നായി വരിഞ്ഞ് മുറുക്കി കെട്ടി കൊടുത്തു, തലയുടെ ഷേപ്പാക്കിയിട്ട്. പിന്നെ അടിയിൽ ആ തുണിയൊന്ന് കീറി പോകാണ്ടിരിക്കാൻ എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. കാരണം അവൾ എണീറ്റിട്ടുണ്ടെങ്കിൽ സർപ്രൈസൊക്കെ പൊളിയും. പിന്നെ അവൾക്ക് ഇതേപടി വേണ്ടി വരും. പിന്നെ പീസാക്കി കളയും. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒന്ന് കെട്ടിട്ട് കൊടുത്തു. എന്നാൽ പിന്നെ ഈ തുണികളൊക്കെ നന്നായി ഉറച്ചു നിന്നോളൂ. പക്ഷേ ഈ ഒരു കെട്ടിടുമ്പോഴും നന്നായി സൂക്ഷിക്കേണ്ടിയിരുന്നു. കാരണം അവൾക്ക് ഈ കെട്ട് തൊങ്ങലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം അത് കടിച്ച് വലിക്കാൻ തുടങ്ങും. പിന്നെ അതെങ്ങനെയെങ്കിലും ഊരിയെടുക്കും. അപ്പോൾ നന്നായി കെട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡ് ഞാൻ നന്നായി പുഷ് ചെയ്ത് കൊടുത്തു, നല്ല ഷേപ്പിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ നന്നായി നിൽക്കുന്നുണ്ട്, നല്ല ഷേപ്പിലൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ തപ്പിയിട്ട് ഇതിനെ മറ്റേ ജോഡി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് പാവക്കുട്ടി ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അവൾ എന്തായാലും സൂക്ഷിക്കാൻ അവൾക്ക് സമയമായിട്ടില്ല, അവൾക്കറിയില്ല. പക്ഷേ ഞാൻ നല്ല സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് ഒരൊറ്റ ജോഡി പോലും കാണുന്നില്ല. ഇതിൽ ഈ റെഡ് മാത്രമല്ലായിരുന്നു. ഇവളുടെ അച്ഛൻ വാങ്ങി കൊടുത്ത സമയത്ത് ഇതിലൊരുപാട് കളർ ഉണ്ടായിരുന്നു. ഒരു 5-10 കളർ ജോഡി സോക്സുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇപ്പോൾ ഒന്നുപോലും കാണാനില്ല. അപ്പോൾ ആകെ കണ്ടത് ഈ ഒരു റെഡ് മാത്രമാണ്. ബാക്കിയൊക്കെ ആദ്യത്തെ ഫസ്റ്റ് മന്തൊക്കെ ആയതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയി. കുറച്ച് എൻ്റെ വീട്ടിലായി, കുറച്ച് ഇവിടുന്ന് തന്നെ കളഞ്ഞു പോയി. അപ്പം പിന്നെ ഞാൻ 2 ചെവി കെട്ടി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. 2 സൈഡിലും ചെവി പോലെ ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ടെഡി ബെയർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും വെള്ള തുണിയുണ്ട്. ആ വെള്ള കയറുകൊണ്ട് തന്നെ ഞാൻ 2 സൈഡുമായിട്ട് കെട്ടി കൊടുക്കുകയാണ്. ഈ ഒരു കെട്ടും അവൾക്ക് ചിലരം ഒന്നും ഉണ്ടാവില്ല. അവൾ കൈ കിട്ടിയിട്ട് ഇതൊക്കെ കെട്ടൊക്കെ ഊരും. പിന്നെ ടെഡി ബെയറിൻ്റെ ഷേപ്പൊന്നും കാണാനുണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു സന്തോഷം, അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവളുടെ ഹാപ്പി ഫേസ് കാണുമ്പോഴുള്ളൊരു ആ ഒരു റിയാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഈ ഒരു പാവക്കുട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. സംഭവം ഇത്രയൊക്കെ ആയപ്പോഴേക്കും നല്ല ക്യൂട്ടായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് കണ്ണും മൂക്കുമൊക്കെ വരയ്ക്കുമ്പോഴേക്ക് കുറച്ചുകൂടെ നന്നാവാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു കളർ അടിപൊളിയാണ്. വൈറ്റിലും ഈ ഒരു റെഡിലും നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ അവളുടെ കൈ കിട്ടിയാൽ എന്താ അവസ്ഥ എന്നറിയില്ല. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ചെറിയൊരു ടൈപ്പ്, എന്താ പറയുക, നമ്മുടെ വീട്ടിലൊക്കെ പഴയ ക്ലോത്തുകളോ സോക്സുകളോ, ഈ കുഞ്ഞുങ്ങളെ സോക്സാണ് ബെറ്റർ. കാരണം നമ്മളിടുന്ന സോക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അഴുക്കുകളും വേസ്റ്റുകളും ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഈ ഒരു സോക്സ് എന്ന് പറയുകയാണെങ്കിൽ അവർ നമ്മളെടുത്ത് നടക്കുന്ന പ്രായമാണ്. 6-ാം മാസത്തിലൊക്കെയുള്ള സോക്സ് എന്ന് പറയുന്നത് വളരെ ക്ലീനായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു ഒന്നെങ്കിൽ പലരും അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നവരുണ്ട്, ചിലർ കളയുന്നവരാണെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പി ആയിരിക്കും. അവർക്ക് കളിക്കാൻ വേണ്ടി ഒരു ബൊമ്മ, അവർക്ക് പറയില്ലല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ. പിന്നെ ഒരുപാട് നാൾ നിൽക്കണമെങ്കിൽ നമുക്കൊരു ഓർമ്മയാണ് അവർക്ക് വേണ്ടി നമ്മളൊരു ടോയ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും, ഒരു വേസ്റ്റ് സാധനം കളയണ്ടല്ലോ, ചുമ്മാ കളയണ്ട. അപ്പോൾ എന്ത് ചെയ്യാം,
അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. കാരണം ഇതുവരെയുള്ള വീഡിയോ ഞാൻ വെർട്ടിക്കലായിട്ടും എടുത്തു, മറ്റേ വീഡിയോ ഇതിൻ്റെ ബാക്കി അങ്ങോട്ടുള്ള വീഡിയോ ഞാനൊരു ഹൊറിസോണ്ടലായിട്ടും എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഷോർട്സ് വീഡിയോ പോലുള്ള ഒരു വീഡിയോ ആണ്. ബാക്കി ഇതിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടതിൻ്റെ ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത് വലിയ മുഖമൊക്കെ ആയിട്ടാണ് കാണുന്നത്. എൻ്റെ വായും പാവക്കുട്ടീൻ്റെ കണ്ണും മൂക്കും ഒന്നും കാണുന്നില്ല. അപ്പം കണ്ണെത്തുമ്പോൾ മൂക്ക് കാണില്ല, മൂക്കെത്തുമ്പോൾ വായ കാണില്ല, അപ്പോൾ ഒന്നും കാണാത്ത അവസ്ഥ. എന്നെ കാണുമ്പോൾ പിന്നെ പാവക്കുട്ടി ഉണ്ടാക്കുന്നത് കാണുന്നില്ല. അപ്പം അങ്ങനെ പലതും ആയതുകൊണ്ട് ഇപ്പം എനിക്കതിൻ്റെ മുകളിൽ കളിക്കാനുള്ള സമയമില്ല. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കലാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ആ ഒരു ഇതും കാണണം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കി, ഈ ഒരു പാവക്കുട്ടി ഉണ്ടാക്കി ഒരു വീഡിയോ ഉണ്ടാക്കി ഇതിനകത്ത് ഇടുന്നത് നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇപ്പോൾ ഒരു പഴയ സോക്സ് കൊണ്ട് ഒരു ഐഡിയ കിട്ടിയിരിക്കുകയല്ലേ. ഈ ഐഡിയ അറിയാത്ത ആളുകൾക്ക് ഇത് വളരെ ഉപകാരമായിട്ടുള്ളൊരു ഐഡിയ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ പാർട്ട് കൂടി ഒന്ന് പോയി കാണുക. ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനതിൻ്റെ മുകളിൽ ഒരു പ്ലേ ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഇപ്പോൾ വെർട്ടിക്കൽ ഹൊറിസോണ്ടലാക്കിയിട്ട് ഇടാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് കണ്ടിട്ടുള്ള ആളുകൾ അതുകൂടെ പോയി കാണുക കേട്ടോ.